വചനം തിരുവചനം മാനവരക്ഷാവചനം ഹൃദയങ്ങളെ ഒരുങ്ങിയിടുക വചനത്തെ എതിരേൽക്കാൻ. എന്നറിഞ്ഞ മാതാപിതാക്കന്മാരെ, യുവതികൾ, കുട്ടികളെ, കുടുംബത്തിൽ എന്തെങ്കിലും കാര്യങ്ങൾ നടക്കണമെങ്കിൽ അപ്പച്ചൻ ചെയ്തു തരാൻ ഏറ്റവും എളുപ്പമുള്ള മാർഗം എന്താണെന്ന് വെച്ചാൽ ഒരേ ഒരു മാർഗമുള്ളൂ, അത് അമ്മയെ സമീപിക്കുക എന്നുള്ള. അമ്മയെ സമീപിച്ച് അമ്മയോട് കൃത്യമായിട്ട് കാര്യങ്ങൾ പറഞ്ഞാൽ അമ്മ അത് നമുക്ക് മുമ്പേ ചെന്ന് അപ്പൻ്റെ അടുത്ത് കാര്യം അവതരിപ്പിക്കും. കാര്യം അവതരിപ്പിച്ചു കഴിഞ്ഞാൽ പിന്നീട് നമ്മൾ ചെല്ലുമ്പോൾ എളുപ്പം നമുക്ക് അനുവാദം കിട്ടാനായിട്ട് എളുപ്പമുണ്ടാകും. ഇതേപോലെ തന്നെയാണ് സ്വർഗത്തിലേക്കുള്ള എളുപ്പമായ ഒരു പാസ്വേഡാണ് പരിശുദ്ധ അമ്മ. പരിശുദ്ധ അമ്മയിൽ ആശ്രയിച്ചാൽ, പരിശുദ്ധ അമ്മയിൽ വിശ്വാസത്തോടു കൂടി വിളിക്കുന്ന ഏതൊരു കുടുംബത്തിനു മേലും പരിശുദ്ധ അമ്മ ഇടപെടും. പരിശുദ്ധ അമ്മ നമുക്ക് വേണ്ടി സ്വർഗസ്ഥനായ പിതാവിൻ്റെ മുമ്പിൽ മധ്യസ്ഥ വെച്ച് പ്രാർത്ഥിക്കും. രണ്ടാം വരവിന് വേണ്ടി ഒരുക്കുക എന്നുള്ളതാണ് പരിശുദ്ധ അമ്മയുടെ ദൗത്യം. പക്ഷെ അമ്മ ചെയ്യുന്ന ഒറ്റ കാര്യം ഇതാണോ, രണ്ടാം വരവ് നീണ്ടുപോകാൻ വേണ്ടിയാണ് പരിശുദ്ധ അമ്മ പ്രാർത്ഥിക്കുന്നത്. ഹല്ലേലൂയ. അതിനെ നേരിടാൻ, അതിനെ അതിജീവിക്കുവാൻ നമുക്ക് അസാധ്യമായതുകൊണ്ട് പരിശുദ്ധ അമ്മ പല സ്ഥലങ്ങളിലും പ്രത്യക്ഷപ്പെട്ട് പറയുന്നൊരു കാര്യമാണ്, പരിഹാരം ചെയ്യുക, പരിത്യാഗം ചെയ്യുക, പ്രാർത്ഥിച്ചം ചെയ്യുക. ഹല്ലേലൂയ. പരിഹാരം, പ്രായശ്ചിത്തം, പാപപരിഹാരം ചെയ്ത് ജീവിക്കാനാണ് അല്ലെങ്കിൽ ഇന്നുണ്ടാകുന്നത് കർത്താവിൻ്റെ ആഗമനം, ദ്വിതീയ ആഗമനം ഏറ്റവും അടുത്ത് വരും. അതുകൊണ്ടാണ് പരിശുദ്ധ അമ്മ പല സ്ഥലങ്ങളിലും ഓടി നടന്ന് പ്രത്യക്ഷപ്പെട്ട് നമ്മളോട് പറയുന്നതിൻ്റെ കാരണം. അതുകൊണ്ടാണ് ലേഖനത്തിൽ നമ്മൾ വായിച്ചു കേട്ടു 12:4 പറയാണ്, അതിൻ്റെ വാൽ ആകാശത്തിലെ നക്ഷത്രങ്ങളിൽ 3-1 വാരിക്കൂട്ടി ഭൂമിയിലേക്ക് എറിഞ്ഞു. ആ സ്ത്രീ പ്രസവിക്കുന്ന കുഞ്ഞിനെ വിഴുങ്ങാൻ സർപ്പം അവളുടെ മുമ്പിൽ കാത്തു നിന്നു. അവൾ ഒരാൺകുട്ടി പ്രസവിക്കുന്ന കുഞ്ഞിനെ വിഴുങ്ങാൻ സർപ്പം അവളുടെ മുമ്പിൽ കാത്തു നിന്നു. ഈ കാലഘട്ടത്തിലും അത് തന്നെയാണ്, സർപ്പം കാത്തിരിക്കുകയാണ് നമ്മൾ ജനിച്ചു വീണ മക്കൾ. അവിടെ പറയുന്ന പ്രകാരം പുത്രനെ എന്ന് പറയുന്നുണ്ട്, അത് യേശുക്രിസ്തുവിനെ ആണ് ഉദ്ദേശമെങ്കിലും യേശുക്രിസ്തുവിൻ്റെ അംഗങ്ങളായ വിശ്വാസത്തിൽ നിലനിൽക്കുന്ന ഏതൊരു വ്യക്തിയെയും സാത്താൻ വീഴ്ത്താൻ വേണ്ടി ആവർത്തിച്ചു കൊണ്ടിരിക്കുക. അതുകൊണ്ടാണ് ഇവിടെ പരിശുദ്ധ അമ്മ പറയുന്നത്, ശക്തനായവൻ എനിക്ക് വലിയ കാര്യങ്ങൾ ചെയ്തിരിക്കുന്നു എന്ന് അറിയാം. ശക്തനായവൻ നമ്മളെപ്പോഴും പറയണം, നമ്മൾ വിശ്വസിക്കണം. കർത്താവിൻ്റെ മുമ്പിൽ പരിഹാരം ചെയ്ത്, പരിത്യാഗം ചെയ്ത്, പ്രായശ്ചിത്തം ചെയ്ത് ജീവിക്കണം. മോണ്ടിക്കാരി എന്ന് പറയുന്ന സ്ഥലത്ത് മാതാവ് പ്രത്യക്ഷപ്പെട്ടത് പ്രകാരമാണ്. എന്തിനു വേണ്ടിയാണ്? സഭയിലെ വൈദികർക്ക്, സന്യസ്തർക്ക് വേണ്ടി പ്രസിദ്ധീകരിക്കാൻ വേണ്ടിയാണ് പ്രാർത്ഥിക്കും. നമുക്കറിയാം, സാത്താനെ തോൽപ്പിക്കാൻ ആദ്യം തിരഞ്ഞെടുക്കുന്ന വ്യക്തി ആരായിരിക്കും? പരിശുദ്ധ അമ്മയാണ് തിരഞ്ഞെടുത്തത് ആദ്യം. കാരണം എന്താ? സ്വർഗവും ഭൂമിയുള്ള ബന്ധം നഷ്ടപ്പെട്ടിട്ട് ആ ബന്ധം പുനഃസ്ഥാപിക്കാൻ വേണ്ടി തിരഞ്ഞെടുത്ത വ്യക്തിയാണ് പരിശുദ്ധ അമ്മ. രണ്ടാമത്തെ വ്യക്തിയാണ് ആര്? യൗസേ പിതാവ്. ഹല്ലേലൂയ. മൂന്നാമത്തെ വ്യക്തിയാണ് ഈശോ മിശിഹ. ഈ 3 വ്യക്തികളുടെയും പേര് പറയുമ്പോൾ പിശാച് വിറകൊള്ളും. നമുക്കറിയാം, യൗസേ പിതാവിനെ കുറിച്ച് നമ്മൾ പറയുമ്പോൾ പിശാചുക്കൾക്ക് പരിഭ്രമമാണ് യൗസേപ്പ് എന്ന നാമം. ഹല്ലേലൂയ. യൗസേപ്പ് എന്ന നാമം പിശാചുക്കൾക്ക് പരിഭ്രമമാണ്. അതേപോലെ തന്നെയാണ് പരിശുദ്ധമ്മ. സാത്താൻ്റെ തല തകർത്ത വ്യക്തിയാണ് പരിശുദ്ധമ്മ. ഈശോ തൻ്റെ കുരിശുമരണത്തിലൂടെ പിശാചിനെ തോൽപ്പിച്ച വ്യക്തിയാണ്. ഞാൻ ഈ കാലഘട്ടത്തിൽ കാണുന്ന ഒരു കാര്യം ഇതാണ്, തകർന്നിരിക്കുന്ന വ്യക്തികൾ പരിശുദ്ധ അമ്മ വഴി പ്രാർത്ഥിക്കുകയാണെങ്കിൽ ഈശോ ഇടപെടുന്ന. കഴിഞ്ഞ ഒരു സ്ത്രീ ഇവിടെ വന്നു. ആ സ്ത്രീ വളരെയധികം തകർന്നിരിക്കുന്ന സ്ത്രീയാണ്. കൈയും കാലും ചുരുട്ടാൻ പറ്റത്തില്ല. ഇങ്ങനെ ഈ കൈയുടെ സ്വാധീനം നഷ്ടപ്പെട്ടു. ഹല്ലേലൂയ. ആ സ്ത്രീ എനിക്ക് 3-4 തവണയായി പങ്കെടുക്കുന്നു. ഓരോ തവണ പങ്കെടുക്കുമ്പോഴും ശരീരത്തിൽ 1-2 അസുഖങ്ങൾ സുഖപ്പെടുത്തും. കഴിഞ്ഞ ദിവസം ആ സഹോദരി ഇവിടെ കാണാൻ വന്നപ്പോൾ ഏറ്റവും അവസാനത്തെ കിട്ടിയത്, ചാൻസാണ് കിട്ടിയത്. അതുകൊണ്ട് ഇവിടെ ഇരുന്നും പുറത്തിരുന്ന് കാണാനിരിക്കുമ്പോൾ ഈ സ്ത്രീ സ്തുതിച്ച് പ്രാർത്ഥിക്കുക,
ജപമാല ചൊല്ലി പ്രാർത്ഥിക്കുകയായിരുന്നു. അതിനുശേഷം ഈ സഹോദരി കാണാൻ വേണ്ടി മുറിയിലേക്ക് കടന്നു വന്നപ്പോൾ എനിക്ക് ഇന്നേ വരെ കിട്ടാത്തൊരു സുഗന്ധം പരിശുദ്ധ അമ്മ നൽകുകയുണ്ട്. മുല്ലപ്പൂവിൻ്റെ നല്ലൊരു സുഗന്ധം. നമുക്ക് പുലർച്ചയ്ക്ക് എഴുന്നേറ്റാൽ ഈ പൂ വിടർന്നു കഴിഞ്ഞാൽ നമുക്കറിയാം പരിസരം മുഴുവനും മുല്ലപ്പൂവിൻ്റെ മണമായിരിക്കും. ഈ സഹോദരി വന്നിരുന്നു. നമ്മൾ ജപമാല തുടങ്ങുമ്പോൾ ഈ മുല്ലപ്പൂവിൻ്റെ മണം ആ മുറി മുഴുവനും നിറഞ്ഞു. ഞാൻ സഹോദരിയോട് ചോദിച്ചു, ചേച്ചി ഒരു മണം ചേച്ചി കിട്ടുന്നുണ്ടോ? സഹോദരി എടുത്ത വഴി പറഞ്ഞു, എനിക്കൊരു വലിയ മുല്ലപ്പൂവിൻ്റെ മണം കിട്ടുകയാണ്. ഞാൻ ഈ സഹോദരിയായിട്ട് സംസാരിച്ച് വരുമ്പോൾ ഈ സഹോദരി വലിയ നിരാശയിലാണ് ജീവിക്കുന്നത്. മക്കൾ നഷ്ടപ്പെട്ടു. മക്കളെന്ന് പറഞ്ഞാൽ മിശ്രഭാവത്തിൽപ്പെട്ടു. ഭർത്താവ് അങ്ങനെ വിശ്വാസമുള്ളൊരു വ്യക്തിയല്ല. പ്രതീക്ഷിക്കാത്ത ഒരു ജീവിതത്തിലേക്കാണ് പ്രവേശിച്ചത്. ജീവിതത്തിൽ എപ്പോഴും അപകടങ്ങളും അനർത്ഥങ്ങളും എന്ന് പറയുക, പാമ്പിൻ്റെ ശല്യം അല്ലെങ്കിൽ അപകടങ്ങൾ സംഭവിക്കുക, അങ്ങനെ ഓരോന്നായിട്ട് ഈ കൈയുടെ സ്വാധീനം ഈ സ്ത്രീക്ക് നഷ്ടപ്പെട്ടു. ഹല്ലേലൂയ. സ്ത്രീ പറഞ്ഞ പ്രകാരമാണ്, പല ആവർത്തി ആത്മഹത്യ ചെയ്യാൻ വേണ്ടി ശ്രമിച്ചു. പക്ഷെ അതിൽ നിന്നൊക്കെ രക്ഷപ്പെട്ടു. പലതെടുത്ത് കുടിക്കുകയും ഒക്കെയും ചെയ്തു. പക്ഷെ അതൊക്കെയും തക്ക സമയത്ത് ആളുകൾ കണ്ട് അതിൽ നിന്നൊക്കെ രക്ഷപ്പെടുത്തി. അതിന് പേരിൽ കേസുകൾ പോലും സ്ത്രീക്കുണ്ട്. ഞാനീ പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുമ്പോൾ ഈശോ ഈ സ്ത്രീയുടെ ശരീരത്തിൽ സൗഖ്യം കൊടുക്കുകയാണ് ചെയ്തത്. കാലുകൾ, കൈകൾ മടക്കാൻ പറ്റാത്തത് ഈ സ്ത്രീയോട് പറഞ്ഞു മടക്കാൻ പറഞ്ഞു. ഈ സ്ത്രീയുടെ കൈകാലുകളിലുള്ള എല്ലാ അസുഖത്തിൻ്റെ മേലും ദൈവം ആ നിമിഷം തന്നെ ഇടപെട്ടു. ഈ സഹോദരി പറയുമായിരുന്നു, ഞാൻ പലപ്പോഴും നിരാശപ്പെട്ട് ആത്മഹത്യ ചെയ്യാൻ പരിശ്രമിച്ചു. അതിൽ നിന്നൊക്കെ എന്നെ രക്ഷപ്പെടുത്തിയപ്പോൾ എനിക്ക് മനസ്സിലായി, എൻ്റെ ദൈവം എൻ്റെ കൂടെയുണ്ട്, എൻ്റെ ദൈവം എൻ്റെ കൂടെയുണ്ട്. വളരെ സന്തോഷത്തോടു കൂടി ആ ചേച്ചി പറഞ്ഞു, ഞാൻ ഇവിടെ അറിയില്ലായിരുന്നു, ഈ ശുശ്രൂഷ അറിയില്ലായിരുന്നു. കഴിഞ്ഞ ഒരു ഇതിലാണ് പറഞ്ഞത്, ഏതൊരു അച്ഛൻ, ഒരു കപ്പുച്ചൻ അച്ഛനാണ് പറഞ്ഞത്, ഇവിടെ ഒരു ശുശ്രൂഷയുണ്ട്, ഇവിടെ വന്ന് നിങ്ങൾ കുർബാന കണ്ടോ? ഞങ്ങളുടെ അടുത്തേക്ക് വരാൻ എളുപ്പമല്ലെങ്കിൽ നിങ്ങളിവിടെ വന്ന് കുർബാന കണ്ടു. ആ സഹോദരി കടന്നു വന്നപ്പോൾ വലിയ മനോഹരമായ ഒരു മുല്ലപ്പൂവിൻ്റെ സുഗന്ധം ആ മുറി മുഴുവനും നിറഞ്ഞു. ഹല്ലേലൂയ. നിങ്ങൾ തകർന്നിരിക്കുന്നവരാണെങ്കിൽ നിങ്ങൾക്ക് ഏറ്റവും എളുപ്പം സ്വർഗത്തെ പിടിക്കാനുള്ള ഏറ്റവും എളുപ്പ മാർഗം പരിശുദ്ധ അമ്മയാണ്. പരിശുദ്ധ അമ്മ തന്നെയാണ്. അമ്മയോട് നിങ്ങൾ പ്രാർത്ഥിക്കുകയാണെങ്കിൽ അത് സാധിക്കും. അതുകൊണ്ട് അമ്മ പ്രത്യക്ഷപ്പെടുന്ന കാലഘട്ടമാണ്. അമ്മ ഓടി നടന്ന പള്ളികളിലും അല്ലെങ്കിൽ മലയുടെ കുന്നിലും ഓരോ ഭവനത്തിലും പ്രത്യക്ഷപ്പെടാം. കാരണം എന്താണെന്ന് വെച്ചാൽ അമ്മയ്ക്ക് മാത്രമേ നമ്മളെ സുഖപ്പെടുത്താൻ സാധിക്കൂ. ഏറ്റവും കൂടുതൽ മാതാവ് പ്രത്യക്ഷപ്പെട്ടത് സ്ത്രീകൾക്കാണ്, അല്ലേ? സ്ത്രീകൾക്ക് അതിലേറ്റവും കൂടുതൽ പ്രത്യക്ഷപ്പെട്ടത് പെൺകുട്ടികൾക്കും ചുരുക്കം ആൺകുട്ടികൾക്കുമാണ്. അല്ലേ? ഏറ്റവും കൂടുതൽ കുടുംബങ്ങളിൽ സഹിക്കുന്ന, വേദനിക്കുന്ന വ്യക്തി ആരാണെന്ന് വെച്ചാൽ ആരായിരിക്കും? അമ്മമാരാ. ചേട്ടൻ പറയുന്ന പോലെ പോവില്ല, അല്ലെങ്കിൽ മക്കൾ പറയുന്ന പോലെ പോവില്ല. അതുകൊണ്ടെന്താ, അവർ ആകെ നിരാശയാണ്. അപ്പോൾ അവർ ഈ നിരാശയുടെ ഇടയ്ക്കാണ് പരിശുദ്ധ അമ്മയെ വിളിച്ച് പ്രാർത്ഥിക്കും. ഇവിടെ ഒരു ശുശ്രൂഷകൻ്റെ ഭാര്യ ഇവിടെ വന്നു. നല്ലൊരു പെൺകുട്ടിയാണ്. ഞാൻ കല്യാണത്തിന് മുമ്പ് എൻ്റെ ഒരു ഇടവകയുടെ തൊട്ടടുത്തുള്ള ഇടവകയായിട്ട് അറിയുന്ന ഒരു കല്യാണം കഴിഞ്ഞു. ഒരു ശുശ്രൂഷകനെ വിവാഹം കഴിച്ചത്. അവനെന്ന് അങ്ങനെയൊന്നും വിശ്വാസമില്ല. ഈ പെൺകുട്ടിയാണെങ്കിൽ നന്നായിട്ട് വിശ്വസിക്കും. അവൻ പല തിയോളജി ക്ലാസ്സുകളൊക്കെയും പങ്കെടുത്തിട്ടുണ്ട്. തിയോളജിയിൽ ഡിഗ്രിയൊക്കെ ഉണ്ട്. ഇപ്പം എല്ലാവർക്കും തിയോളജി പഠിക്കാനാണ്. തിയോളജി പഠിക്കുന്നതല്ല, പക്ഷേ ഏറ്റവും മുമ്പ് പഠിക്കേണ്ടത് എന്താ വെച്ചാൽ പ്രാർത്ഥിക്കാനാണ് പഠിക്കേണ്ടത്. കരാട്ടെ പഠിക്കുന്നതല്ല, പക്ഷെ സ്റ്റെപ്പ് തെറ്റാതെ നിൽക്കുക എന്നുള്ളതാണ്. സ്റ്റെപ്പ് തെറ്റിയാൽ എന്താ കുഴപ്പമെന്ന് കഴിഞ്ഞാൽ കരാട്ടെ പഠിച്ചിട്ട് ഒരു കാര്യമില്ല. ഈ പയ്യൻ പലതും പഠിച്ചിട്ടുണ്ട്. അവൻ ഫിലോസഫി പഠിച്ചിട്ടുണ്ട്, തിയോളജി പഠിച്ചിട്ടുണ്ട്. ഒന്നും പഠിക്കാത്ത പെൺകുട്ടിയാണ് കല്യാണത്തിൽ അവന് ജീവിത സഖിയായിട്ട് കടന്നു വന്നത്. ഇവള് ബെഡിൽ കിടന്ന് പൊട്ടിക്കരഞ്ഞ കാര്യം. ഇവൻ പള്ളിയിൽ പോവില്ല, അല്ലെങ്കിൽ ഇവന് ഇഷ്ടപ്പെട്ട പള്ളി ലാറ്റിൻ പള്ളി പോവും. പിള്ളേർ പള്ളിയിൽ പോവില്ല. പിള്ളേർ പള്ളിയിൽ പോകാൻ ചോദിച്ചാൽ നോ വേണ്ടാന്ന് പറയും. പിള്ളേർ എന്ത് പടവിട്ട് കണ്ടാലും പേടിപ്പെടുന്ന അവൻ നിയന്ത്രിക്കില്ല. ഇവളാണെങ്കിൽ നിയന്ത്രിക്കും. അതുകൊണ്ട് കുട്ടികൾക്കൊന്നും ഇവള് വലിയ താല്പര്യമില്ല. ഇവനെന്ത് ചെയ്യുന്നു വെച്ചാൽ, ഇവൻ 2-3 കുപ്പി പുറത്ത് പോയിട്ട് മദ്യം മേടിച്ചുകൊണ്ട് വരും, ഫ്രിഡ്ജിൽ വയ്ക്കും,
ഇത് ഉല്ലസിക്കുകയാണ്, കുടിക്കുകയാണ്. ഇവളിങ്ങനെ തകർന്നിരിക്കുക. അവൾ പറഞ്ഞ ഈ പ്രായമാണ്, ഞാൻ നിരാശപ്പെട്ടു വെച്ചാൽ എന്തിനാ ജീവിക്കുന്നതെന്ന് ചിന്തിച്ചുകൊണ്ടിരിക്കുക. ഇനി എന്തിനാ മുന്നോട്ട് പോകുന്നതെന്ന് വെച്ചാൽ 3 മക്കളുണ്ട്, നല്ല എനിക്കാണ് ശമ്പളം കൂടുതൽ കിട്ടുന്നത്, അവനും ശമ്പളമുണ്ട്. പക്ഷേ നമുക്കറിയാം വിദേശ രാജ്യങ്ങളിൽ സ്ത്രീകൾക്കാണ്. ഇതെല്ലാം ചെയ്ത് കഷ്ടപ്പെട്ട് കൊണ്ടുവന്നിട്ട് ഇതൊക്കെ മദ്യം മേടിച്ച് വീട്ടിൽ നിന്ന് കുടിക്കുകയും അതോടൊപ്പം പിള്ളേരെ നിയന്ത്രിക്കാതെ, പിള്ളേരെ പള്ളിയിൽ പോകാൻ അവരെ താല്പര്യം കൊടുക്കാതെ പ്രോത്സാഹിപ്പിക്കാതെ ഇരിക്കുമ്പോൾ എനിക്ക് നിരാശയല്ലാതെ മറ്റൊന്നും ഇല്ല അച്ഛാ. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. അതുകൊണ്ട് ഞാനൊരു പുസ്തകം നിങ്ങളെ പരിചയപ്പെടുന്നതാണ്. ഭൂലോകത്തിൻ്റെ വിജയരാജ്ഞി എന്ന് പറയുന്ന പുസ്തകത്തിൽ മനോഹരമായ ഒരു കാര്യം പറയുന്നുണ്ട്. ആ മനോഹരമായ കാര്യം നമുക്കറിയാം. യോസേപ്പിതാവും പരിശുദ്ധ അമ്മയും നമ്മുടെ കുടുംബ ബന്ധങ്ങൾ തകരുമ്പോൾ ഇവർ നമ്മുടെ വീട്ടിൽ കടന്നു വരും. സഭ എപ്പോഴൊക്കെയും ബന്ധങ്ങൾ തകർന്നിട്ടുണ്ടോ ആ കാലഘട്ടങ്ങളിൽ പരിശുദ്ധ പിതാക്കന്മാർ, മാർപ്പാപ്പമാർ ആശ്രയിക്കുന്നത് ആരെയാണെന്ന് വെച്ചാൽ യോസേപ്പിതാവിനെയാണ്. ഞാനൊരു കോൺവെൻറ്റിൻ്റെ ഒരു ചരിത്രം വായിച്ചു. ആ കോൺവെൻറ്റിൽ ഒരു ബിൽഡിങ് പണിതു. 2 അപ്സ്റ്റെയർ എടുത്തപ്പോൾ അവിടത്തേക്കുള്ള ഗോണി പണി പൂർത്തിയാക്കാൻ പറ്റിയില്ല എന്ന് പറഞ്ഞാൽ അത്ര എളുപ്പം പോയില്ല. അപ്പോൾ ഇവരിങ്ങനെ ഒരു എൻജിനീയറെ അന്വേഷിച്ചിരിക്കുമ്പോഴാണ് ഈ യോസേപ്പിതാവ് അവിടെ പ്രത്യക്ഷപ്പെടുക. യോസേപ്പിതാവ് പണി ഏറ്റെടുക്കുകയാണ്. യോസേപ്പിതാവ് ആ പണി പൂർത്തിയാക്കുകയാണ്. അവരോട് പറഞ്ഞു, പണി പൂർത്തിയാകുന്നത് വരെ ഈ ഭാഗത്തേക്ക് നിങ്ങൾ വരേണ്ടത്. ഹല്ലേലൂയ. അപ്പോൾ ഈ താഴത്തുനിന്ന് മുകളിലേക്ക് സ്റ്റെപ്പ് കെട്ടുമ്പോൾ അതിൻ്റെ അളവ് കൂട്ടണം. ഈ യോസേപ്പിതാവ് മനോഹരമായിട്ട് ആ പണി പൂർത്തിയാക്കി കഴിഞ്ഞിട്ട് ഇവരെ കണക്കൊക്കെ തീർക്കാൻ നോക്കുമ്പോൾ ആ പണിയാൻ വന്ന വ്യക്തിയെ അവർ കാണുന്നില്ല. ഹല്ലേലൂയ. അവരതുകൊണ്ട് അവരുടെ ക്രോണിക്കിൽ എഴുതിയിരിക്കുകയാണ്, ഇവിടെ ഒരു മുറിയിൽ ഒരു ഗോണി ഉണ്ടാക്കാൻ വേണ്ടി ഞങ്ങൾ ആഗ്രഹിച്ചപ്പോൾ യോസേപ്പിതാവ് വന്ന് അത് സഹായിച്ചു. കാരണം ഒരു മനുഷ്യനെ പണിയാൻ പറ്റുന്നെങ്കിൽ അവൻ ഓരോ സമയവും കാര്യങ്ങൾ ചോദിക്കും, നമ്മൾ ചെന്ന് കാര്യങ്ങൾ നോക്കും. മാത്രമല്ല പേയ്മെൻറ്റ് കൊടുക്കേണ്ട സമയത്ത് കൃത്യം ചോദിക്കും. കൃത്യം സമയത്ത് കൊടുത്തില്ലെങ്കിൽ പണി നടത്തില്ല. പക്ഷേ ഇതൊന്നും അവരോട് പറഞ്ഞത് പണി കഴിയുന്നത് വരെ വരരുത്. ഇവരത് കഴിഞ്ഞിട്ട് പറയാണ്, ആ പണി നോക്കുമ്പോൾ ആ പണിയിൽ ഒരു കുറ്റം പോലും പറയാനായിട്ട് അവിടെ ഇല്ല. അത്ര മനോഹരമായിട്ട് ഇവർ ചിന്തിക്കുന്നതിൻ്റെയും ഇവർ പ്രതീക്ഷിക്കുന്നതിൻ്റെയും അപ്പുറത്താണ് ഈ യോസേപ്പിതാവ് പണി തീർത്തത്. കാരണം എന്താ, അവനൊരു പണിക്കനാണ്. ഹല്ലേലൂയ, ഹല്ലേലൂയ. അവന് എല്ലാ പണികളും അറിയാവുന്ന ഒരു വ്യക്തിയാണ്. അവൻ്റെ ജീവിതത്തിൽ അവൻ ജീവിച്ചു വന്നത് ആ പണിയെടുത്താണ് ജീവിച്ചത്. രണ്ടാമത്തെ ഒരു സംഭവം ഇതിൽ പറയാണ്. ഈ ഭൂലോകത്തിൻ്റെ വിജയരാജ്ഞി എന്ന് പറയുന്ന പുസ്തകത്തിൽ പരിശുദ്ധ അമ്മ ഒരു ദിവസം ഇങ്ങനെ ഇറങ്ങി നടന്നു കഴിഞ്ഞപ്പോൾ ഒരു വീട്ടിലേക്ക് ചെല്ലാണ്. ആ വീട്ടിൽ ചെന്ന് ഒന്ന് താമസിക്കാൻ വേണ്ടി ചോദിക്കുക. ഹല്ലേലൂയ. സുന്ദരമായ ആകാശം നോക്കിയിരുന്നു. എൻ്റെ ആത്മാവ് അവിടത്തേക്ക് പറന്നുയരുമെന്ന് തോന്നിപ്പോയി. പെട്ടെന്ന് വീടിൻ്റെ ഗേറ്റ് തുറന്ന് ഒരു സ്ത്രീ ഉള്ളിൽ കടന്നു. ഞാൻ ചാടി എഴുന്നേറ്റ് ആ സ്ത്രീയുടെ അടുത്തേക്ക് ഓടിച്ചെന്നു. വളരെ സുന്ദരിയായ സ്ത്രീ. ഏതോ ഭൗമികവും പ്രാർത്ഥന നിർഭമായ സന്തോഷം ആ സ്ത്രീയിൽ പ്രസവിച്ചിരുന്നു. ആ സ്ത്രീ പറഞ്ഞു, ഒരുപക്ഷെ ഈ ഭവനത്തിലായിരിക്കുമോ എന്നെ സ്വീകരിക്കുന്നത്. മറ്റു ഭവനങ്ങളിൽ എവിടെയെങ്കിലും ഞാൻ കയറിയോ അവിടെ നിന്നും എന്നെ തിരിച്ചയച്ചു. സ്ഥലമില്ല എന്ന് അവർ പറഞ്ഞു. മറ്റിടങ്ങളിൽ ഒരു കാരണവും പറയാതെ എന്നെ പുറത്തേക്കുള്ള വഴി കാണിച്ചു തന്നു. ഈ നിരപ്പിലൂടെ ഞാൻ നടക്കാൻ ആരംഭിച്ചപ്പോൾ വലിയൊരു പാലം മുതൽ ഒരു ഭവനവും ഞാൻ വിട്ടുകളഞ്ഞില്ല. എല്ലാ വീട്ടിലും കയറി. പക്ഷേ ഒരു വിധത്തിൽ അല്ലെങ്കിൽ മറ്റൊരു വിധത്തിൽ ഈ സ്ത്രീയെ ഇറക്കി വിട്ടു. ഇന്ന് നമ്മുടെ വീട്ടിൽ നടക്കുന്ന അങ്ങനെയാണല്ലോ. വൈകിട്ടോ രാവിലെയോ ജപമാല ചൊല്ലാതെ പരിശുദ്ധ അമ്മ കടന്നു വന്നാൽ അമ്മയെ ഇറക്കി വിടും. തുടർന്ന് പറയാണ്, ആ സ്ത്രീയുടെ മുഖം കണ്ടപ്പോൾ പ്രാർത്ഥനയുടെയും ദൈവസ്നേഹം നിറഞ്ഞ വ്യക്തിയായി ഞാൻ കാണപ്പെട്ടു. ആ സ്ത്രീ വീണ്ടും പറഞ്ഞു, ദയുള്ള ഹൃദയമുള്ളവരെ എനിക്കിഷ്ടമാണ്. താമസിക്കാൻ ഒരു സ്ഥലം തരുമോ? തരാമെന്ന് ഞാൻ പറഞ്ഞുകൊണ്ട്
വീടിനകത്ത് അമ്മയുടെ അടുത്തേക്ക് ഓടി. അമ്മയുടെ അടുത്തേക്ക് ഓടി. കാരണം വീട്ടിൽ ആ സ്ത്രീക്ക് സാധ്യത കിട്ടണമെങ്കിൽ അമ്മയോട് പറഞ്ഞാൽ അമ്മ എന്ത് ചെയ്യും? സ്ഥലം കൊടുക്കും. അപ്പനോട് പറയും. അതിഥിയുടെ ലക്ഷണങ്ങൾ തിടുക്കത്തിൽ വിവരിച്ചു. അത് സുന്ദരിയായ സ്ത്രീയാണ്, നമ്മളിൽ നിന്ന് വ്യത്യസ്തയാണ്, രാത്രി നമ്മോട് കൂടി താമസിക്കാൻ അനുവദിക്കുമെന്നോ ചോദിക്കുകയാണ്. ഒരു ബെഡ് പോലും ചോദിക്കുന്നില്ല, ഒരു കസേരയോ ഒരു സ്റ്റൂളോ മതി. അതിനുശേഷം ഞാൻ എൻ്റെ പിതാവിൻ്റെ അടുത്തേക്ക് ഓടി. പിതാവിന് എപ്പോഴും ഗൗരവമുള്ള സ്വഭാവമാണ്. നമുക്ക് പരിചയമില്ലാത്ത ആ വ്യക്തി ആരാണെന്ന് ചോദിച്ചു. ഞാൻ വിവരിച്ചു കൊടുത്തു. ആ സ്ത്രീ പറഞ്ഞയിക്കുമോ എന്ന് ഞാൻ ഭയന്നു. കാരണം അപ്പൻ എല്ലാവരെയും പറഞ്ഞയിക്കുന്ന വ്യക്തിയാണ്. ഹല്ലേലൂയ. ആരെയും സ്വീകരിക്കുന്ന വ്യക്തിയല്ല, എല്ലാവരോടും എതിർക്കുന്ന വ്യക്തിയാണ്. അപ്പോൾ അതുകൊണ്ടാണ് ഈവൻ പോകുമ്പോൾ ചോദിക്കുന്നത്, അപ്പൻ സമ്മതിക്കുമോ എന്ന് എനിക്ക് പേടി. അമ്മ സമ്മതിച്ചു. അമ്മ സമ്മതിച്ചാൽ അപ്പനും സമ്മതിക്കും. അവസാനം ആ വ്യക്തി പറയാണ്, ശരി എൻ്റെ കുഞ്ഞെ നോക്ക്, ആകസ്മിക എത്തിയ ആ അതിഥിയെ എങ്ങനെയെങ്കിലും നമുക്ക് താമസിപ്പിക്കാം. നമുക്ക് വേണ്ടത്ര സ്ഥലമില്ലെങ്കിലും അവൾ എവിടെയെങ്കിലും താമസിക്കട്ടെ. ഇനി ഉണ്ടാകുന്ന സംഭവം എന്നാണ്, തണുപ്പുള്ള രാത്രി ആയതിനാൽ വീട്ടിൽ തീയിട്ടു. അടുക്കളയിൽ ഒരു കസേരയിൽ ആ സ്ത്രീ ഇരുന്നു. ഞാൻ ചാരത്ത് ചെന്ന് തറയിൽ ഇരുന്നു. ആ സ്ത്രീ സ്വർഗത്തെക്കുറിച്ച് സംസാരിക്കാൻ തുടങ്ങി. ഹല്ലേലൂയ. അവരുടെ എല്ലാ വാക്കുകളും ഞാൻ സംശീകരിച്ചു. എൻ്റെ ആത്മാവ് ആനന്ദത്തിൽ ആശ്വസിച്ചു. ഹല്ലേലൂയ. ഞങ്ങളോടൊത്ത് അത്താഴം കഴിക്കാൻ വിളിച്ചപ്പോൾ നിരാകരിച്ചു. ഒരു ചെറിയ ബ്രെഡും ചായയും മതിയെന്ന് പറഞ്ഞു. മറ്റെല്ലാവരും അത്താഴം കഴിച്ചപ്പോൾ വിശുദ്ധ ജീവിതത്തെക്കുറിച്ചുള്ള അറിവുകൾ എനിക്ക് പറഞ്ഞു തന്നു. വിശുദ്ധ അസിസിലെ വിശുദ്ധ ഫ്രാൻസിസിനെ കുറിച്ചും പറഞ്ഞു. ഞാൻ പറഞ്ഞു, ദൈവിക ശുശ്രൂഷ ചെയ്യാൻ എനിക്ക് വലിയ ആഗ്രഹമുണ്ട്. എനിക്ക് കന്യാസ്ത്രീ ആകണം. നീ ആകുമെന്ന് ഒരു സന്ദേശവുമില്ലാതെ അവൾ പ്രത്യക്ഷരിച്ചു. ഞാൻ ചോദിച്ചു, എവിടെ നിന്നാണ് വരുന്നത്? അപ്പോൾ ഒരു പെൺകുട്ടിക്കാണ് മാതാവ് പ്രത്യക്ഷപ്പെട്ടത്. വിയന്നയിൽ നിന്നാണ് ഞാൻ വരുന്നത്. ഞാനൊരു മഠത്തിൽ നിന്നാണ്. സന്തോഷത്തോടെ ഞാൻ ചോദിച്ചു, അങ്ങനെയാണോ എന്നുകൂടെ എന്നെ കൂടെ അവിടേക്ക് കൊണ്ടുപോകാമോ? ഞാൻ ചെറുപ്പമാണെങ്കിലും അത് പ്രശ്നമാവില്ല. ഞാൻ പോകുന്നിടത്തേക്ക് നിന്നെ കൊണ്ടുപോകാൻ സാധ്യമല്ല, അത് പിന്നീട് മാത്രം എന്ന് ഉത്തരം നൽകി. ത്രിസന്ധ്യ ജപത്തിന് പള്ളിയിൽ മണി മുഴങ്ങി. ആ സ്ത്രീ പ്രാർത്ഥനയിൽ ലയിച്ചിരുന്നു. അവൾ ആകമാനം രൂപാന്തരപ്പെട്ടു. മഹത്വം ചുറ്റിലും പ്രസരിക്കുന്ന സദാ തേജസ്സായ ആ സ്ത്രീ അപ്പോൾ സ്വർഗീയ സൗന്ദര്യത്തിൽ നിറഞ്ഞതായും കാണപ്പെട്ടു. ഞാൻ ഭയപ്പെട്ടെങ്കിലും ഉടനെ മനസ്സിലായി അത് പരിശുദ്ധ അമ്മയാണ്. പരിശുദ്ധ അമ്മ വരുമോ? അത്രമാത്രം കഷ്ടപ്പെട്ട ഒരു പെൺകുട്ടിക്ക് പരിശുദ്ധ അമ്മ പ്രത്യക്ഷപ്പെടുക. അവൾ വന്നിട്ട് പറയുന്ന കാര്യങ്ങൾ എന്താ? സ്വർഗത്തെക്കുറിച്ചാണ്, ദൈവീക കാര്യങ്ങളെക്കുറിച്ചാണ്. നമ്മുടെ വീട്ടിൽ ത്രികാല ജപത്തിന് പള്ളിയിൽ മണിയടിക്കുമ്പോൾ എത്ര ആൾ പ്രാർത്ഥിക്കുന്നുണ്ട്? അവൾ ഓരോ ചോദ്യങ്ങളും ചോദിക്കുക. ഇനി കുറേ ഉണ്ട്. ഉറങ്ങാൻ സമയമായി. ലജ്ജ കൊണ്ട് കണ്ണുകൾ താഴ്ത്തി ഞാൻ അമ്മയോട് പറഞ്ഞു, ഞങ്ങൾ ഗസ്റ്റ് റൂമില്ല, അപ്പനും അമ്മയും ഉള്ളൊരു മുറി. എന്നിട്ട് അവൾ നമുക്ക് ധാരാളം മതി. ഒരു ഗസ്റ്റിനെ സ്വീകരിക്കുമ്പോൾ എപ്പോഴും ഒരു മുറി വേണമെന്ന് നമ്മൾ കരുതിയിട്ട് അങ്ങനെയല്ലേ സ്വീകരിക്കൂ. ഇല്ലെങ്കിൽ എന്ന് വന്ന ആളെ പറഞ്ഞു വിടും. ഏറ്റവും തകർന്ന വീട്ടിലേക്കാണ്, ഏറ്റവും ബുദ്ധിമുട്ടുള്ള വീട്ടിലേക്കാണ് പരിശുദ്ധമ്മ വരുന്നത്. പരിശുദ്ധമ്മ എത്രയോ സ്ത്രീകൾ ഇവിടെ വന്ന് പറഞ്ഞ്, ഈ തൃശ്ശൂരിൽ നിന്ന് ഒരു സഹോദരി ഇവിടെ വരും. 4-5 വീട്ടിൽ അടക്കള ജോലി ചെയ്ത് ജീവിക്കുന്ന ഒരു കുടുംബമാണ്. അവിടെ ഭർത്താവിൻ്റെ കുടുംബവും ഈ ചേച്ചിയുടെ കുടുംബവും 1-ാം പ്രമാണം ലംഘിച്ച് ജീവിക്കുന്നത്. മക്കൾ ഭയങ്കര ഭീകരന്മാരാണ്. അമ്മയെ കൊല്ലാൻ വേണ്ടി എന്ത് ചെയ്യുന്നു വെച്ചാൽ, ഭർത്താവ് മരിച്ചുപോയി, അമ്മയെ കൊല്ലാൻ വേണ്ടി അവർ ചെയ്യുന്നത് ഗ്യാസ് തുറന്നിടും. ഗ്യാസ് തുറന്നിട്ടിട്ട് അതുപോലെ തന്നെ എന്താ ഈ സിറിഞ്ച് എടുത്തിട്ട് അതിൽ എന്തോ വിഷം കുത്തിയിട്ട് കുത്താൻ ചെല്ലും. ഒരമ്മയ്ക്ക് കിടക്കാൻ പറ്റുമോ? രാത്രി കിടക്കുന്ന സമയത്ത് ഇവൻ ചെയ്യുന്ന പണിയാണ് ഗ്യാസ് തുറന്നിട്ടിട്ട് പോവും. അപ്പോൾ ഒരു ദിവസം അമ്മ പ്രത്യക്ഷപ്പെട്ട് പ്രകാരം പറയാണ്, നീ എഴുന്നേൽക്കുമ്പോൾ ലൈറ്റ് ഇടരുത്, തിരി കത്തിക്കരുത്. കാരണം എന്താ?
ഗ്യാസ് തുറന്നിട്ടേക്കാം. അല്ലേലിയ, ഗ്യാസ് തുറന്നിട്ടിരിക്കുക. അപ്പം ഈ സഹോദരി പറയാ അങ്ങനെ പ്രാർത്ഥിക്കുന്ന സ്ത്രീയൊന്നുമല്ല. അല്ലേലിയ. അപ്പം നമ്മൾ പ്രാർത്ഥിക്കാതെ ഇരുന്നാൽ ഈ പരിശുദ്ധ അമ്മ ചെയ്യുന്ന പ്രാർത്ഥന പഠിപ്പിക്കാൻ വേണ്ടി അമ്മ വരും. അല്ലേലിയ. ഈ സ്ത്രീ പറയാണ് ഈ വന്ന അവസ്ഥ എങ്ങനെയാന്ന് വെച്ചാൽ ഈ അമ്മ വന്നത് ഇങ്ങനെ പറഞ്ഞു. എന്നിട്ട് നോക്കുമ്പോൾ വലിയ മാലാഖ വൃന്ദത്തിൻ്റെ അകമ്പടിയോടുകൂടി പരിശുദ്ധ അമ്മ ഈ മുറിയിലേക്ക് വരാം. ആദ്യം തന്നെ ഇവളെ എഴുന്നേൽപ്പിച്ചു. ഇവളെ പോയിട്ട് എന്ത് ചെയ്തു? ഗ്യാസ് അവളോട് പറഞ്ഞു ലൈറ്റ് ഒന്നും ഇടരുത്. എന്നിട്ട് പോയി ഗ്യാസ് ഓഫ് ചെയ്യുക, എല്ലാ ജനങ്ങളും തുറക്കുക. മകൻ ചെയ്ത പരിപാടിയാണ്. ജനങ്ങൾ തുറന്നു കഴിഞ്ഞ് മുറിയിൽ വന്ന് ഇവളെ പ്രാർത്ഥിക്കാൻ മുട്ടുകുത്തിയപ്പോൾ വാനമേഘത്തിൻ്റെ അകമ്പടിയോടുകൂടി പരിശുദ്ധ അമ്മ ആ മുറിയിലേക്ക് വരിക. ഇവിടെ 1-2 തവണ സ്ത്രീ അത് പറഞ്ഞിട്ടുണ്ട്. ഒരു ബിന്ദു എന്ന് പറയുന്ന സ്ത്രീയാണ്. അല്ലേലിയ. ഈ വടക്കാഞ്ചേരി ഭാഗത്തുനിന്ന് വരുന്നത് സ്ത്രീ പറഞ്ഞ് പറയുകയാണ്, ഇത്രമാത്രം സൗന്ദര്യമുള്ള ഒരു സ്ത്രീയെ ഇതിന് മുമ്പും കണ്ടിട്ടില്ല, ഇതിന് പിമ്പും കണ്ടിട്ടില്ല. മാലാഖ വൃന്ദത്തിൻ്റെ അകമ്പടിയോടെ ഈ സ്ത്രീകൾ വന്നപ്പോൾ മുറി മുഴുവനും സുഗന്ധം കൊണ്ട് നിറഞ്ഞു. അല്ലേലിയ. സ്ത്രീയോട് ഇഷ്ടമുള്ളത് ചോദിക്കാൻ പറഞ്ഞു. പിള്ളേരുടെ മാനസാന്തരത്തിന് വേണ്ടി പ്രാർത്ഥിച്ചു. അല്ലേലിയ. ഞാൻ ഇത് പറയുന്നതിൻ്റെ കാരണം തകർന്നിരിക്കുന്ന നമ്മൾക്ക് ഏറ്റവും സമീപസ്ഥയായ സ്ത്രീ ആരാണെന്ന് വെച്ചാൽ പരിശുദ്ധമ്മ. സ്വർഗത്തിൽ പോകാനുള്ള പാസ്വേഡ് നമ്മൾ ഏതെങ്കിലും ഒരു കാര്യം ചെയ്യുകയാണെങ്കിൽ പാസ്വേഡ് ഉണ്ട് അല്ലേ? പാസ്വേഡ് ഒരിക്കലും കൈമാറ്റം ചെയ്യാൻ പാടില്ല. ഈ പാസ്വേഡ് കൈമാറ്റം ചെയ്യാം. പരിശുദ്ധ അമ്മയാവുന്ന പാസ്വേഡ് പിടിച്ചാൽ സ്വർഗത്തിൽ ഈസി ആയിട്ട് പോകും. അതുകൊണ്ടാണ് കുട്ടി ചോദിക്കണേ, എൻ്റെ അമ്മ സ്വർഗത്തിൽ പോവോ, എൻ്റെ അപ്പൻ സ്വർഗത്തിൽ പോവോ? അവൾ പറയാ പോകും. അല്ലേലിയ. കാരണം എന്താ? ഒരു മാതാവിൻ്റെ സന്ദർശനം നമ്മുടെ കുടുംബത്തിൽ വന്നാൽ ആ നിമിഷം തന്നെ വലിയ മാറ്റങ്ങളുണ്ടാവും. അല്ലേലിയ. അതുകൊണ്ട് മാതാവിനെ ഒരിക്കലും ഉപേക്ഷിക്കരുത്. ചിലവർ പറയുന്ന കാര്യമുണ്ട്, ഞാൻ പറഞ്ഞു പ്രാർത്ഥിക്കണം എന്ന് പറയുമ്പോൾ ചിലവർ പറയുന്നൊരു കാര്യമുണ്ട്. എന്താണെന്ന് വെച്ചാൽ കരണക്കൊന്ത ചെല്ലാം. കരണക്കൊന്ത ചെല്ലിയാൽ എന്താ കിട്ടുന്നത്? തിരുരത്വത്തിൻ്റെ സംരക്ഷണം കിട്ടും. എന്നാൽ പരിശുദ്ധ അമ്മ ഈ ഭൂലോകത്തിൻ്റെ വിജയരാജ്ഞി എന്ന പുസ്തകത്തിൽ പ്രകാരമാണത്, ജപമാല ചെല്ലുന്ന ഓരോ വ്യക്തിയിലും ആർക്ക് വേണ്ടി ചൊല്ലുന്നോ ആ വ്യക്തിയിലും തിരുരത്വത്തിൻ്റെ അഭിഷേകം കിട്ടും. ഈശോ നമ്മിൽ നിന്ന് ജപമാല പ്രാർത്ഥന ആവശ്യപ്പെടുകയാണ്. ജപമാലയുടെ ഓരോ മണിയും നാം ചൊല്ലുമ്പോൾ ഈശോയുടെ ഒരു തുള്ളി രക്തം ആർക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നുവോ ആ വ്യക്തിയിൽ ഈശോ രക്ഷിക്കാൻ ആഗ്രഹിക്കുന്നു ആത്മാക്കളുടെ മേലും പതിപ്പിക്കുന്നു. അപ്പോൾ തിരുരത്വം കൊന്ന മാത്രം ചൊല്ലിയാൽ മാത്രം മതിയോ? തിരുരത്വം വരുന്നതുകൊണ്ടാണല്ലോ സാത്താൻ ഓടുന്നത് അല്ലേ? തിരുരത്വം വരുന്നതുകൊണ്ട് സാത്താൻ ഓടുന്നത്. കുരിശോ തിരുരത്വോ കണ്ടാൽ 5 അയൽക്കത്ത് അടുക്കാത്തൊരു വ്യക്തിയാണ് സാത്താൻ. ജപമാല വീട്ടിൽ ചൊല്ലുന്നുണ്ടെങ്കിൽ ആ ജപമാല ചൊല്ലുന്ന ദിവസത്തിൽ പിശാച് അവിടെ അടുക്കല്ല. അതുകൊണ്ട് സന്ധ്യാസമയത്താണ് സ്ത്രീ അവിടെ ചെല്ലുന്നത് അല്ലേ? കിടക്കാൻ ഒരു അവസരം ചോദിക്കുക. സ്വർഗത്തിൽ സുഖമായിട്ട് കിടക്കുന്ന ഒരു സ്ത്രീക്ക് എന്തിനാ ഒരു ഭവനത്തിൽ കയറി ഒരു മുറി പോലും ഇല്ലാത്ത സ്ഥലത്ത് കയറുന്നത്? തകർന്നിരിക്കുന്ന കുടുംബത്തിലേക്കാണ് പരിശുദ്ധ അമ്മ വരികയുള്ളൂ. തകർന്നിരിക്കുന്ന വ്യക്തികളിലേക്കാണ് കുടുംബ ബന്ധങ്ങൾ പുനഃസ്ഥാപിക്കാൻ വേണ്ടി അവൾ കടന്നു വരുള്ളൂ. സഭ എവിടെ തകരുന്നുണ്ടോ, സഭയിലെ മക്കൾ എവിടെ തകരുന്നുണ്ടോ ആ തകരുന്ന ദേശങ്ങളിലേക്ക് പരിശുദ്ധമ്മ കടന്നു വരും. നിങ്ങൾക്ക് ഏറ്റവും കൂടുതൽ സങ്കടം എന്താണെന്ന് വെച്ചാൽ ഭാവി ജീവിതത്തെക്കുറിച്ചുള്ള ഒരു ബുദ്ധിമുട്ടല്ലേ? മക്കളെക്കുറിച്ച്, ഭർത്താവിനെക്കുറിച്ച്. പരിശുദ്ധമ്മയ്ക്ക് എന്തിനെക്കുറിച്ചാണെന്നു ചിന്തായിരുന്നതെന്ന് പറയുമ്പോൾ നമ്മൾ രക്ഷപ്പെടാതിരിക്കുന്നതും പരിശുദ്ധമ്മ രക്ഷപ്പെട്ടതും ഒരു കാര്യത്തിലാണ്. പരിശുദ്ധമ്മയ്ക്ക് ചിന്തിക്കാനുള്ളത് സ്വർഗത്തെക്കുറിച്ചായിരുന്നു അല്ലേ? അവൾ സ്വർഗത്തെക്കുറിച്ച് മാത്രമേ ചിന്തിച്ചോളൂ. അവൾ പരിശുദ്ധ അമ്മ ഗർഭസ്ഥയാണെന്ന് ഗബ്രയേൽ മാലാഖ സന്ദേശം അറിയിക്കുമ്പോൾ ഒരിക്കൽ പോലും അവളുടെ സ്വപ്നം നഷ്ടപ്പെടുമെന്ന് അവൾ ചിന്തിച്ചിട്ടില്ല അല്ലേ? നമ്മുടെ അടുത്താണ്, നിങ്ങളുടെ അടുത്താണ് ഗബ്രയേൽ മാലാഖ വന്നിങ്ങനെ ഒരു സംഭവം ചോദിക്കുകയാണ്. കല്യാണമൊക്കെ ഉറപ്പിച്ചിരിക്കുന്ന സമയത്താണ് ചോദിക്കുന്നതെങ്കിൽ നിങ്ങളെന്ത് പറയും? ഉത്തരം ചിന്തിച്ച് പറയോ? സമ്മതമാണെന്ന് പറയോ? ഒരാളും പറയില്ല. പറഞ്ഞാൽ കല്ലെറിഞ്ഞു കൊല്ലും.
പറഞ്ഞ്. കാരണം എന്താ, നമുക്ക് ജീവിതം വേണം, നമുക്കൊരു സ്വപ്നമുണ്ട്, നമുക്കൊരു കുടുംബ ബന്ധത്തെക്കുറിച്ചും ഭാവി ജീവിതത്തെക്കുറിച്ചും ഉണ്ട്. പരിശുദ്ധ അമ്മയ്ക്ക് ഭാവി ജീവിതത്തെക്കുറിച്ച്, സ്വർഗത്തെക്കുറിച്ച് ആ ചിന്ത. അതാണ് രക്ഷപ്പെട്ടത്. നിങ്ങളെല്ലാം നോക്കിക്കോ, നിങ്ങൾ എത്ര പ്രാർത്ഥനയ്ക്ക് വരുന്നുണ്ടെങ്കിലും നിങ്ങൾക്ക് ചില നിയോഗങ്ങളുണ്ടാവും. ആ നിയോഗങ്ങൾ, എൻ്റെ കുടുംബത്തിൽ ഇന്നയാളുടെ മാനസാന്തരം, ഇന്ന വ്യക്തിയുടെ. പരിശുദ്ധ അമ്മയ്ക്ക് അങ്ങനെയല്ല. ഈ ലോകം മുഴുവനും സഭ വളരണം. എന്താണ് സഭ വളരണം എന്ന് പറഞ്ഞാൽ? ആളുകളുണ്ടാകണം എന്നല്ല, പിശാചിൻ്റെ ആധിപത്യം അവസാനിക്കണം, പിശാചിൻ്റെ ആധിപത്യം ഇല്ലാതാകണം. അതിന് അവൾ പറഞ്ഞൊരു കാര്യമാണ്, നിങ്ങൾ ജപമാല ചൊല്ല്. കൃപ വേണോ? ജപമാല ചൊല്ല്. അഭിഷേകം വേണോ? ജപമാല ചൊല്ല്. അല്ലെങ്കിൽ ആ ജപമാല ചൊല്ലുന്നവരെ കുറിച്ചാണ് പറയണത്. അത് ആവശ്യപ്പെട്ടിരിക്കുക. രണ്ടാമത്തെ കാര്യം എന്നാ? വിമല 4 കാര്യം പറയുന്നത്. അതിൽ 3ാമത്തെ കാര്യമാണ് ജപമാല ചൊല്ലുന്ന ഓരോ വ്യക്തിയിലും തിരുത്തൊഴുകും. ആർക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു അവനിലും തിരുത്തും. ഞാൻ ഈ ഓരോ അമ്മയ്ക്കും ഓരോ കിരീടമുണ്ട് അല്ലേ? ഈ റോസാ മിസ്റ്റിക മാതാവിൻ്റെ കിരീടം എന്തായിരിക്കും? നക്ഷത്രമാണ്. ഒരു വലിയ ആർച്ചാണ് ഉള്ളൊരു വർത്തിക്കാനിൽ നിന്ന് ഇറക്കിയ ഇപ്പുറത്തെ ഇറക്കിയ പരിശുദ്ധ അമ്മയുടെ റോസാ മിസ്റ്റിക മാതാവിൻ്റെ ദർശനത്തെക്കുറിച്ച് സഭ അംഗീകരിച്ചതിനെ കുറിച്ച് പറയുമ്പോൾ 12 നക്ഷത്രങ്ങളോട് കൂടി നിൽക്കുന്ന പരിശുദ്ധ അമ്മയാണ്. ലൂർദിൽ വേറെയാണ്, ഫാത്തിമയിൽ വേറെയാണ്, മെജ്ജുഗോറിയിൽ മാതാവിൻ്റെ കിരീടം വേറെയാണ്. ഹല്ലേലൂയ, ഹല്ലേലൂയ. അതുകൊണ്ട് നിങ്ങളോട് പ്രത്യേകമായിട്ട് പറയുന്ന ഒറ്റ കാര്യമാണ്, പരിശുദ്ധ അമ്മയെ ഉപേക്ഷിക്കരുത്, പരിശുദ്ധ അമ്മയെ തള്ളിക്കളയരുത്, പരിശുദ്ധ അമ്മയെ മുറുകെ പിടിക്കണം. ഒരു കുടുംബത്തിൽ കയറാൻ എളുപ്പ വഴി ഒരു അമ്മയാണെങ്കിൽ സ്വർഗത്തിൽ കയറാൻ ഏറ്റവും എളുപ്പമുള്ള വഴി പരിശുദ്ധ അമ്മയാണ്. കാരണം എന്താ? അവളാണ് സ്വർഗത്തിൻ്റെ ആദ്യത്തെ താക്കോല്. അവളിലൂടെയാണ് സ്വർഗത്തിന് വേണ്ടി ദൈവം ഈ ഭൂമിയിൽ സഭ സ്ഥാപിക്കാൻ വേണ്ടി പണി ആരംഭിച്ചത്. അവളെ ഉപേക്ഷിച്ചിട്ട് നമുക്ക് മുന്നോട്ട് പോകാൻ പറ്റില്ല. അല്ലേലിയാം. അവളെ ഉപേക്ഷിക്കുന്ന ഒരു സമൂഹമുണ്ട്. ആരാ? പന്തക്കുസ്തക്കാർ അല്ലേ? പന്തക്കുസ്തക്കാർ. അല്ലേലിയാം. അവളെ ഒരിക്കലും ഉപേക്ഷിക്കുക. കാരണം ഒരു വിധത്തിൽ അല്ലെങ്കിൽ മറ്റൊരു വിധത്തിൽ പരിശുദ്ധ അമ്മയെ ഉപേക്ഷിക്കാൻ പഠിപ്പിക്കുന്ന ഒരു കാലഘട്ടത്തിലാണ് ഞാനും നിങ്ങളും ജീവിക്കുന്നത്. അല്ലേലിയാം. എൻ്റെ ജീവിതത്തിൽ പലപ്പോഴും എനിക്ക് അപകടങ്ങൾ പറ്റിയിട്ടുണ്ട്. സാത്താൻ്റെ വലിയ പരീക്ഷണത്തിലൂടെ ഞാൻ കടന്നു പോയിട്ടുണ്ട്. ഞാൻ ഇരുന്ന ഇടവകളിൽ എൻ്റെ കൈക്ക് 8 ഒടിച്ചിലുണ്ട്. ഈ ഒടിച്ചിൽ വന്നിട്ട് ഡോക്ടർമാർ ഇത് കൈ ഉയർത്തില്ല എന്ന് പറഞ്ഞു. എൻ്റെ കൈ 1/4 അടിയോടത്തോളം താണുപോയി. അല്ലേലിയാം, അല്ലേലിയാം. കഞ്ചിക്കോട് റാണി ചേച്ചി എന്നിരുന്ന് ദിവികാരൻ്റെ അടുത്ത് വെച്ച് പ്രാർത്ഥിച്ചു. ആ ചേച്ചി വന്ന് കണ്ടു, പക്ഷേ ഷോൾഡർ പൊങ്ങില്ല എന്ന് ഡോക്ടർമാർ വിധി എഴുതി. ഞാനൊരു ചാത്തൻ സേവ ഉള്ള ഒരു ഇടവകയിലായിരുന്നു. അല്ലേലിയാം. ആൾക്കാർ വിശ്വാസമുണ്ട്, അവിടെയും വിശ്വാസമുണ്ട്. അല്ലേലിയാം. അവിടെ നമ്മൾ 1-2 ധ്യാനങ്ങൾ നടത്തി. ധ്യാനങ്ങളുടെ അവസാനത്തെ ദിവസം കഴിഞ്ഞ് പിറ്റേ ദിവസമാണ് എൻ്റെ കൈ ഒടിഞ്ഞ് താഴത്തോട്ട് പോകുന്നത്. അതിനുശേഷം വേറൊരു ഇടവകയിലേക്ക് ഞാൻ മാറി. അവിടെ ചെന്നു കഴിഞ്ഞപ്പോൾ അവിടെ ഞാനിരിക്കുന്ന കസേരയുടെ ബാക്കിൽ വലിയൊരു ഷോക്കേസ് ഉണ്ട്. താങ്ങാൻ പറ്റാത്തൊരു ചില്ല അവിടെ വെച്ചിരിക്കുന്നത്, താങ്ങാൻ പറ്റാതെ വലിയ ബുദ്ധിമുട്ടുള്ള ഒരു ഇടവകയാണ്. വിശ്വാസത്തേക്കാൾ അന്ധവിശ്വാസങ്ങളുള്ള ഇടവകയാണ്. എന്തുണ്ടായെന്ന് വെച്ചാൽ, ഞാനില്ലാത്ത സമയത്ത് ആ ചില്ല് എൻ്റെ കസേരയിലേക്ക് വീണ് നിലത്ത് വീണ് പൊട്ടി. ഞാൻ ഇല്ലാത്ത സമയത്ത് ഞാൻ ഒരു സ്ഥലത്ത് ധ്യാനിക്കാൻ ചെന്നപ്പോൾ പറയാണ്, ഒരു സ്ഥലത്ത് അച്ഛനിരിക്കുന്ന കസേരയിലേക്ക് ചില്ല് വീണു. ഇത് ചില്ല് വലുതാണ്. ആ ചില്ല് വീണത് അച്ഛനുണ്ടെന്ന് വിചാരിച്ച സാത്താൻ തട്ടിയിടുന്നത്, പക്ഷെ അച്ഛനില്ല. അതിനുശേഷം വീണ്ടും ഒരു ഇടവകയിലേക്ക് പോയി. അവിടെ ചെന്നപ്പോൾ ഇതാണ്, സഭയുടെ നിയമങ്ങളൊന്നും അവർക്ക് ബാധകമല്ല. പള്ളിമുറിയുടെ താഴെ ഒരു റേഷൻ കടയുണ്ട്. റേഷൻ കടയിൽ നിന്ന് മണ്ണെണ്ണ വീപ്പയിൽ നിന്നും ഒഴിക്കുന്നത് പോലെയാണ് അവിടെ മദ്യക്കുപ്പികൾ ഒഴിക്കുന്നത്. അച്ഛൻ കണ്ടാലും മിണ്ടാൻ പാടില്ല. കാരണം ഞങ്ങൾക്കിവിടെ ഞങ്ങളുടേതായ നിയമമുണ്ട്. എത്ര തെറ്റ് ചെയ്താലും ചോദ്യം ചെയ്യാൻ പാടില്ല. പള്ളിയിലെ വസ്തുക്കൾ എടുത്തുകൊണ്ടായാൽ ചോദിക്കാൻ പാടില്ല. അല്ലേലിയാ, അല്ലേലിയാ. പിള്ളേരെ പോയിട്ട് ഒരു ഇടവകയിൽ പോയിട്ട് ഫൊറവിനെ പോയിട്ട് വലിയ പ്രശ്നമുണ്ടാക്കി അവിടെ പിടിക്കലും മാന്തലൊക്കെ നടന്നു. എന്നിട്ട് തിരിച്ചു വരുമ്പോൾ അന്നിരുന്ന അച്ഛൻ വിളിച്ചു പറഞ്ഞ ഇപ്രകാരമാണ്, നമ്മുടെ പിള്ളേർ പോയിട്ട് അങ്ങനെ പറയാൻ പാടില്ല, തെറ്റാണെന്ന് പറഞ്ഞാൽ അന്ന് അച്ഛൻ എന്തെങ്കിലും വിധത്തിൽ അവർ ആക്രമിക്കും.
അച്ഛൻ പറഞ്ഞ ഇപ്രകാരമാണ്, നമ്മുടെ പിള്ളേർ പോയിട്ട് അത് മുറി പൂട്ടിയിട്ട് ഓഡിറ്റോറിയം പൂട്ടിയിട്ടിട്ട് കൊടുത്തു. നമ്മുടെ പിള്ളേർ പോയിട്ട് മത്സരം നടത്തി നല്ല സമ്മാനം മേടിച്ചിട്ടാണ് വന്നിരിക്കുന്നത്. അവിടെ വെച്ചാണ് ഒരു ഗ്യാസ് തുറന്നു. അപ്പോൾ എനിക്ക് മനസ്സിലായി, എന്നെ നിരന്തരം ഒരു സമൂഹമല്ല നമ്മളെ പീഡിപ്പിക്കുന്നത്, സാത്താനാണ്. മനുഷ്യ മക്കളിലൂടെ സാത്താൻ കടന്നു വരുന്ന വഴി ഞാനും നിങ്ങളും. നിങ്ങളെ ഭർത്താവ് ചിലപ്പോൾ വഴക്ക് കൂടുന്നുണ്ടാവും, ഭാര്യ ചിലപ്പോൾ വഴക്ക് കൂടുന്നുണ്ടാവും, മക്കൾ ചിലപ്പോൾ നിങ്ങളെ എതിർക്കുന്നുണ്ടാവും. അത് മക്കളല്ല, ഭർത്താവല്ല, ഭാര്യയല്ല, അവരിലൂടെ വരുന്ന ഒരു പിശാചിൻ്റെ ശക്തിയാണ്. അതിനെ അതിജീവിക്കാൻ നമുക്ക്. അങ്ങനെ ഇരിക്കുമ്പോഴാണ് എനിക്കും റോസാമിറ്റിക്ക മാതാവിൻ്റെ രൂപം മോണ്ടിക്കാരി ഇടവകയിൽ നിന്ന് പള്ളിയിൽ നിന്നും അയച്ചു തന്നതാണ്. എനിക്ക് നിരന്തരമായി പീഡകൾ കടന്നു വന്നപ്പോൾ ഒരു ശുശ്രൂഷകനെ തോന്നി, അച്ഛൻ രക്ഷപ്പെടണമെങ്കിൽ ഈ മോണ്ടിക്കാരി ഇടവകയിലേക്ക് എഴുതുകയാണ് ചെയ്യുന്നത്. അല്ലെങ്കിൽ അവിടുന്ന് ഒരു ഫെബ്രുവരി മാസത്തിലാണ് മാതാവിൻ്റെ രൂപം കടന്നു വരുന്നത്. ആ സഹോദരൻ എന്നോട് പറഞ്ഞു, മോണ്ടിക്കാരിയിൽ നിന്ന് പള്ളിയിൽ നിന്ന് രൂപം വരും അച്ഛന്, അച്ഛൻ അത് മുറിയിൽ വെച്ച് പ്രാർത്ഥിക്കണം. സാത്താൻ്റെ ഒരു വലിയ പ്രവർത്തനം അച്ഛൻ്റെ പിന്നാലെ നടന്നുണ്ട്. അതൊരു കൃപ, അച്ഛൻ കർത്താവിന് കൃപ തരാൻ പോകുന്നു. ആ കൃപ ഇല്ലാതാക്കാനാണ് സാത്താൻ. നിങ്ങൾക്ക് അതുപോലെ തന്നെ നിങ്ങളുടെ കുടുംബത്തിൽ വലിയൊരു കൃപ നൽകാൻ ദൈവം ആഗ്രഹിക്കുന്നുണ്ട്, പരിശുദ്ധമായി ആഗ്രഹിക്കുന്നു. അതിനെ നശിപ്പിക്കാൻ വേണ്ടി സാത്താൻ കടന്നു വരുന്നു. ഈ പ്രകാരം പറയാണ്, ഭൂലോകത്തിൻ്റെ പരിശുദ്ധ അമ്മയുടെ സന്ദേശത്തിൻ്റെ പുസ്തകത്തിൽ പറയുന്നുണ്ട്, നമുക്ക് ചെയ്യാൻ പോകുന്ന ഓരോ കൃപകളെയും കുറിച്ചും രണ്ട് വ്യക്തികൾക്ക് ഈ ലോകത്തിൽ അറിയാവുന്നത്. ഒന്ന് ഈശോ മിശിഹായ്ക്ക്, രണ്ട് പിശാചിന്. ഈശോ പറയാണ്, ഞാനത് ചെയ്തു വരുന്നതിന് മുമ്പ് തന്നെ പിശാച് നിന്നെ നശിപ്പിക്കാൻ വേണ്ടി വലങ്ങും തിലങ്ങും ഓടാണ്. അതല്ലേ സംഭവിക്കുന്നത്, അല്ലേ? നമ്മുടെ കുടുംബങ്ങളൊന്ന് പച്ചപിടിക്കാൻ നോക്കുമ്പോഴേക്കും ഏതെങ്കിലും വിധത്തിൽ നമ്മുടെ കുടുംബങ്ങളെ നശിപ്പിക്കാൻ വേണ്ടി ഒരു വിധത്തിൽ അല്ലെങ്കിൽ മറ്റൊരു വിധത്തിൽ കടന്നു വരാം. രൂപം കൊണ്ടുവന്ന് പ്രാർത്ഥിച്ചു, എൻ്റെ മുറിയിൽ വെച്ച് പ്രാർത്ഥിച്ചു. ഒരു ശുശ്രൂഷകോടെ കടന്നു വന്നു. ശുശ്രൂഷകൻ പറഞ്ഞു, അച്ഛാ, ഈ രൂപം ആലയത്തിൽ കൊണ്ടുവന്ന് വെച്ച് പ്രാർത്ഥിക്കാനാണ് സന്ദേശം നൽകുന്നത്. അച്ഛനെ ഏകദേശം കർത്താവ് സുഖപ്പെടുത്തി. ഇനി പരിശുദ്ധ അമ്മ അവിടെ കൃപകൾ കൊണ്ട് അഭിഷേകം ചെയ്യാൻ ആഗ്രഹം. ആ രൂപം വെച്ചതിന് ശേഷം അനേക രോഗശാന്തികൾ, അനേകം പ്രകടമായി സാത്താൻ ഇറങ്ങിപ്പോകുന്നത് നമ്മൾ ഓരോരുത്തരും കണ്ണുകൾ കൊണ്ട് കാണാനായിട്ട്. എല്ലാവരും എഴുന്നേറ്റ്. മാതാവ് ഇറ്റലിയിലെ മോണ്ടിക്കാരി എന്ന സ്ഥലത്ത് ഒരു നേഴ്സിനെ പ്രത്യക്ഷപ്പെട്ട് പറഞ്ഞതാണ് പ്രാർത്ഥന, പ്രായശ്ചിത്തം, പരിഹാരം. 3 കാര്യങ്ങളെക്കുറിച്ച്. അമ്മയുടെ നെഞ്ചിൽ 3 പൂക്കളുണ്ട്, അല്ലേ? അത് 3 കത്തികളായിരുന്നു. ഒരു വെള്ള, ചുവപ്പ്, സ്വർണ്ണ നിറം. അല്ലെങ്കിൽ പ്രാർത്ഥനയെക്കുറിച്ച് വെള്ള, ചുവപ്പെന്ന് പറയുന്നത് പരിഹാരം, മൂന്നാമത്തേത് പ്രായശ്ചിത്തം, സ്വർണ്ണത്തിൻ്റെ ഇതെന്ന് പറഞ്ഞാൽ പ്രായശ്ചിത്തം. അതിനെക്കുറിച്ച് 3 പറയാം. ഒന്ന്, ആദ്യത്തേത് വാളെന്ന് പറഞ്ഞാൽ ദൈവവിളി നഷ്ടപ്പെടുന്ന വൈദികർ സന്യസ്തർക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു. രണ്ടാമത് മാരക പാപത്തിൽ ജീവിക്കുന്ന വൈദികർ സന്യസ്തർക്കും. മൂന്നാമത് ദൈവവിളി ത്യജിച്ച് സഭയ്ക്ക് ശത്രുക്കളായ അപകടത്തിൽ പെട്ടിരിക്കുന്നവർക്ക് വേണ്ടി പ്രാർത്ഥിക്കണം. കണ്ണുകളടയ്ക്കുക. വിശ്വാസ ജീവിതത്തിൽ നിന്നും വീണുപോയ നമ്മുടെ കുടുംബാംഗങ്ങൾ നമുക്ക് ഓർക്കാം. മാരക പാപത്തിന് അടിമപ്പെട്ട് ജീവിക്കുന്ന മക്കളെ നമുക്ക് ഓർക്കാം. സഭയിൽ നിന്നും മറ്റ് സമുദായത്തിലേക്ക് വിട്ടുപോയ മക്കളെ ഓർക്കാം. മറ്റ് മതത്തിലേക്ക് വിട്ടുപോയി. കണ്ണുകളടയ്ക്കുക. നിങ്ങളുടെ കുടുംബത്തെ സമർപ്പിക്കുക. വീട്ടിൽ ചേട്ടന് മദ്യപാനമുണ്ട്, മയക്കുമരുന്നിൻ്റെ ആസക്തിയുണ്ട്, അല്ലെ മക്കൾ ജഡിക പാപത്തിലേക്ക് പോകുന്നുണ്ട്, അല്ലെ പറഞ്ഞാൽ കേൾക്കുക, പഠിക്കാൻ പറ്റുന്നില്ല. എല്ലാവരും കരങ്ങളൊന്ന് ഉയർത്തുക. പരിശുദ്ധ അമ്മ വഴി പിതാവായി ദൈവത്തോട് നമുക്ക് പ്രാർത്ഥിക്കാം. പരിശുദ്ധ അമ്മ വഴി പിതാവായി ദൈവത്തിന് വിട്ടുകൊടുത്ത് പ്രാർത്ഥിക്കാം. തകർന്നെടുക്കുന്ന കുടുംബത്തിൻ്റെ മേൽ ഇടപെടുന്ന വ്യക്തി ആരാണെന്ന് വെച്ചാൽ പരിശുദ്ധ അമ്മയാണ്. അതുകൊണ്ടാണ് തലമുറകൾ എന്നെ ഭാഗ്യവതി എന്ന് പ്രകീർത്തിക്കുമെന്ന് സങ്കീർത്തന പുസ്തകം ഏറ്റുചൊല്ലി പഴയ നിയമത്തിലെ പുസ്തകം ഏറ്റുചൊല്ലി പരിശുദ്ധ തലമുറകൾ എന്നെ ഭാഗ്യവതി എന്ന് പ്രകടിപ്പിക്കും. കണ്ണുകളടച്ച് കരങ്ങളൊന്ന് ഉയർത്തി
ഒന്ന് നമുക്ക് പ്രാർത്ഥിക്കാം. കണ്ണുകൾ അടച്ച് മനസ്സൊന്ന് തുറന്ന് നമുക്ക് പ്രാർത്ഥിക്കാം. കണ്ണുകൾ അടയ്ക്കുമ്പോൾ സ്വർഗം തുറക്കപ്പെടും. കണ്ണുകൾ അടയ്ക്കുമ്പോൾ ദൈവദൂതന്മാർ സ്വർഗം തുറന്നിരിക്കുന്ന സ്ഥലത്ത് ഓടി നടക്കുന്നത് കാണും. കണ്ണുകൾ അടയ്ക്കുമ്പോൾ ഈശോ വലത്ത് ഭാഗത്തിരിക്കുന്നത്, പിതാവായി ദൈവത്തിന്റെ വലത്ത് ഭാഗത്തിരിക്കുന്നത് കാണും. സ്തേഫാനോസ് സ്വർഗം തുറക്കപ്പെടുന്നത്, പരിശുദ്ധാത്മാവ് ഇറങ്ങി വരുന്നത് കണ്ടതുപോലെ നമ്മളെല്ലാവരും കരങ്ങൾ ഉയർത്തി മനസ്സ് തുറന്ന് ഒന്ന് വിളിക്കട്ടെ. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. സൗഖ്യത്തിന് വേണ്ടി ആഗ്രഹിച്ച് പ്രാർത്ഥിക്കുക. മാരക രോഗത്തിന് അടിമപ്പെട്ട വ്യക്തികൾ സൗഖ്യത്തിന് വേണ്ടി ആഗ്രഹിച്ച് പ്രാർത്ഥിക്കട്ടെ. കുടുംബ ബന്ധങ്ങൾ തകർന്നിരിക്കുന്നവർ കുടുംബ ബന്ധത്തെ പുനഃസ്ഥാപിക്കാൻ വേണ്ടി കടന്നു വന്ന പരിശുദ്ധ അമ്മയുടെ മധ്യസ്ഥം തേടി പ്രാർത്ഥിക്കട്ടെ. കുടുംബ ബന്ധങ്ങളെ തകർക്കുന്ന പിശാചിനെ നിർവീര്യമാക്കുന്നത്, കുടുംബ ബന്ധങ്ങളെ അവിശ്വസ്തത കടന്നു വരുന്ന പിശാചിനെ ഒഴിവാക്കുന്നത്, വിശ്വാസത്തിന് വേണ്ടി കടന്നു വന്ന പരിശുദ്ധ അമ്മയെ വിളിച്ച് പ്രാർത്ഥിക്കട്ടെ. ഹല്ലേലൂയ, ഹല്ലേലൂയ. അവൾക്ക് ഒറ്റ കാര്യമുള്ളൂ, കുടുംബങ്ങളെ ബന്ധിപ്പിക്കണം, സ്വർഗവുമായിട്ട് മനുഷ്യരെ ബന്ധിപ്പിക്കണം. അവൾക്ക് തന്റെ ജീവിതത്തെ കുറിച്ചല്ല, അവൾക്ക് ഈ ഭൂമിയെ സ്വർഗവുമായിട്ട് ബന്ധിപ്പിക്കാൻ വേണ്ടിയാണ്. രണ്ട് ദേശങ്ങളെ ഒരു നദി കടന്നു പോകുമ്പോൾ അതിന്റെ രണ്ട് ദേശങ്ങളെ ചേർക്കാൻ വേണ്ടി ഒരു ഗവൺമെന്റ് ചെയ്യുന്ന പാലം പണിയുന്നത് പോലെ നഷ്ടപ്പെട്ട ബന്ധങ്ങളെ പുനഃസ്ഥാപിക്കാൻ വേണ്ടി പരിശുദ്ധ അമ്മ കടന്നു വരുന്നത്. യാക്കോബിനെ ആഭിചാരി വിളിക്കില്ല, ഇസ്രായേലിനെ ക്ഷുദ്രവിദ്യ വിളിക്കില്ല. ദൈവം പറഞ്ഞ കാണുന്നു യാക്കോബിന് സംഖ്യ 23 വെച്ചവർ ദൈവത്തിന്റെ ശക്തി രക്ഷ രാജ്യം അവിടുത്തെ അഭിഷേകം വെളിപാട് 10 വെച്ചവർ ദൈവത്തിന്റെ ശക്തി രക്ഷ രാജ്യം അവിടുത്തെ അഭിഷേകം വെളിപാട് 12. സായാഹ്നമായപ്പോൾ അനേക പിശാചുബാധരെ അവന്റെ അടുക്കൽ കൊണ്ടുവന്നു. അവൻ രോഗികളെ സുഹൃത്തി പിശാചുകളെ 16, 17 പകർച്ചവ്യാധികൾ, പകർച്ചപനികൾ, സാങ്കേതിക രോഗങ്ങൾ, രോഗപ്പെടുകൾ യേശുവിന്റെ നാമത്തിൽ വിട്ട് ബെദിന്റെ മുകുലമായ ആത്മാവേ നിലവിട്ട് പറഞ്ഞ മർക്കോസിന്റെ 9:25-27 ഏതെങ്കിലും വിധത്തിലുള്ള ഭക്ഷണപദാർത്ഥങ്ങളിലൂടെയോ ഏതെങ്കിലും ഖരപദാർത്ഥങ്ങളോ ഞങ്ങൾ ഏതെങ്കിലും അറിഞ്ഞോ അറിയാതെയോ ഏതെങ്കിലും ബലി വസ്തുക്കൾ ഞങ്ങൾ കഴിച്ചിട്ടുണ്ടെങ്കിൽ, ബലിയിൽ ഞങ്ങൾ പങ്കെടുത്തിട്ടുണ്ടെങ്കിൽ, അന്യദേവനെ ആരാധിച്ചിട്ടുണ്ടെങ്കിൽ അതുമൂലം വന്ന ഞങ്ങളുടെ പ്രാർത്ഥനാ തടസ്സങ്ങൾ, ജപമാല ചൊല്ലാനുള്ള തടസ്സങ്ങൾ യേശുവിന്റെ നാമത്തിൽ നിർവീര്യമാകട്ടെ. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. പാമ്പുകളുടെയും തേളുകളുടെയും ശത്രുവിന്റെ സകല ശക്തികളിലും ചവിട്ടിയെടുക്കാൻ നിങ്ങൾക്ക് അധികാരം 1 ലൂക്ക 10:19 വെച്ച് ബന്ധിക്കുന്നു, ശാസിക്കുന്നു. മൂകനും ബന്ധിനുമായ ആത്മാവേ നിലവിട്ട് 9:25-27 ഓസിയ 4:12 വെച്ച് ബന്ധിക്കുന്നു, ശാസിക്കുന്നു. ഓസിയ 4:18 വെച്ച് ബന്ധിക്കുന്നു, ശാസിക്കുന്നു. ഓസിയ 5:4 വെച്ച് ബന്ധിക്കുന്നു, ശാസിക്കുന്നു. 1 കൊരിന്ത്യർ 3:16 വെച്ച് ബന്ധിക്കുന്നു, ശാസിക്കുന്നു. 2 കൊരിന്ത്യർ 4:4 വെച്ച് ദേശത്തിന്റെ അവിശ്വാസത്തിന്റെ ദുരാലോചന ബന്ധിക്കുന്നു, ശാസിക്കുന്നു. 2 തെസ്സലോനിയ 2:4 വെച്ച് ബന്ധിക്കുന്നു, ശാസിക്കുന്നു. എഫെസോസ് 6:10-17 വെച്ച് ബന്ധിക്കുന്നു, ശാസിക്കുന്നു. 1 പത്രോസ് 5:7 വെച്ച് യുവതിവാക്കളിൽ പ്രവർത്തിക്കുന്ന തിന്മയിലെ ആത്മാക്കൾ, അന്ധകാരത്തിന്റെ ആത്മാക്കൾ, ജഡിക പാപത്തിന്റെ ദുരാത്മാവിനെ ശാസിക്കുന്നു, ബന്ധിക്കുന്നു. ദൈവത്തിന്റെ ശക്തി രക്ഷ രാജ്യം വെളിപാട് അവിടുത്തെ ദൈവത്തിന്റെ ശക്തി രക്ഷ അവിടുത്തെ രാജ്യ അഭിഷേകത്തിന്റെ അധികാരമാകുന്നു. വെളിപാട് 12:10 വെച്ച് പൗരോഹിത്യത്തിന്റെ അധികാരത്തിൽ സഭാപിതാക്കന്മാരുടെ കൂട്ടായ്മയിൽ, അപ്പസ്തോലന്മാരുടെ കൂട്ടായ്മയിൽ അന്ധകാര ശക്തികളെ, പൈശാചിക പീഡകളെ, ആധിപത്യ ശക്തികളെ ബന്ധിക്കുന്നു, ശാസിക്കുന്നു, ബഹിഷ്കരിക്കുന്നു. നിത്യനരകത്തിൽ നിബന്ധിക്കുന്നു. യേശുവിന്റെ നാമത്തിൽ വിട്ടുകൊണ്ട് അപസ്മാര രോഗികൾ യേശുവിന്റെ നാമത്തിൽ ശാസിക്കുന്നു, ബന്ധിക്കുന്നു. അന്ധകാര ശക്തികളെ ബന്ധിക്കുന്നു, ശാസിക്കുന്നു, ബഹിഷ്കരിക്കുന്നു. ഓസിയ 4:12 സംഖ്യ 23-21 ബന്ധിക്കുന്നു, ശാസിക്കുന്നു, ബഹിഷ്കരിക്കുന്നു. യേശുവിന്റെ നാമത്തിൽ നിർവീര്യമാകുന്നു. യേശുവിന്റെ നിത്യനരകം നിബന്ധിക്കുന്നു.